ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെരുന്നാൾ വ്ളോഗ്. അത് എൻ്റെ വീട്ടിൽ. ആൻഡ് നിങ്ങൾ തന്ന സപ്പോർട്ട് ആക്ച്വലി ഇറ്റ്സ് ഹ്യൂജ്. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. ലൈക്ക് വീട്ടിലത്തെ കുറേ അംഗംവെട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് സീസൺ 2 ആണ്. അതിൻ്റെ പാർട്ട് 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാർട്ട് 2 അല്ല, സീസൺ 2. അപ്പോൾ ഇന്ന് വീട്ടിലെ പെരുന്നാളാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, കേസ് കോഡ് നൈറ്റ് ആണ്. അപ്പം അവിടെ കേസ് കോഡ് നൈറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുക. അപ്പം പക്ഷേ പെരുന്നാൾ മിസ്സാക്കാൻ പറ്റില്ല. പെരുന്നാളിന് വന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രൈഡേ നൈറ്റ് ഇവിടെ വന്നു. ഇന്നിപ്പോൾ സാറ്റർഡേ, നാളെ രാവിലെ പോവും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ പെരുന്നാൾ കൂടി എന്നാൽ നമുക്ക് അവിടെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആക്ച്വലി കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ ചെറിയൊരു മിനി പെരുന്നാൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫുട്ടേജസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം അവിടുത്തെ ഒരു ക്ലബ്ബ് നടത്തിയ ഒരു ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സും ഉണ്ട്. അത് ഞാനിവിടെ ഇടാം. അപ്പോൾ ഇന്ന് സാറ്റർഡേയിലത്തെ രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോയി അവിടുത്തെ കുർബാന പരിപാടികളൊക്കെ തീർത്തു. ഇനി നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത ചേട്ടൻ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെയിൽ, അതായത് ഇലക്ട്രോണിക് ബൈക്സിൻ്റെ ഒരു ഷോപ്പാണ്. ഞാൻ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആ ഷോപ്പ് കഴിഞ്ഞ ആഴ്ച ഒരു 1 വീക്ക് മുന്നേ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇവിടെ വെള്ളർക്കാട് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് വെള്ളർക്കാട് തന്നെയാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ അതിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇന്ന് ഫസ്റ്റ് സെയിൽ നടക്കുകയാണ്. ഫസ്റ്റത്തെ 3 ഡെലിവറി നടക്കുകയാണ് ബൈക്സിൻ്റെ. അപ്പോൾ നമ്മൾ കീ കൊടുക്കൽ കർമ്മം നടത്താൻ വേണ്ടി പോവാണ്, ഹോൾ ഫാമിലി. നമ്മൾ ചായയൊക്കെ കുടിച്ച് റെഡിയായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുക. ദെൻ ഓഫ് കോഴ്സ് പെരുന്നാളുണ്ടാവും. ആൻഡ് ഇന്നത്തെ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ എൻ്റെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ജസ്റ്റ് ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് പെരുന്നാൾ ടുഗെദർ. ആരോ വരുന്നുണ്ട്, ആരോ വാതിലിടിച്ച് പൊളിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാ വാതിലിടിച്ച് പൊളിക്കുന്നത്. ഹായ് ഗായ്സ്. ഇതെന്റെ രണ്ടാമത്തെ ആങ്ങള, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. അതെ, ദിസ് ഇസ് മമ്മ. മമ്മയുടെ കൈ ഓടിച്ച് ഇരിക്കാണ്. ആളെ കാണാനല്ലോ, ആളെ കാണുന്നു. വീഡിയോ വ്ളോഗ് എടുക്കുക. നമ്മുടെ പുതിയ ക്യാമറ കണ്ടിട്ട് മനസ്സിലായില്ല. അമ്മ ചെറുതായിട്ടൊന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരുത്തി ബഹളം വയ്ക്കുന്നുണ്ട്. ആരേത്? കുട്ടി ബാംഗ്ലൂരിന്ന് വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ചെറിയൊരു വൈറ്റ് ക്ലബിങ് കാണിക്കുന്നുണ്ട്. ഹായ് പറ കെയിൻ സാറാ, ഹായ് പറ. ഇപ്പുറത്ത് വാ, എന്നാലും നിന്നെ കാണുള്ളൂ. ഇത് എവിൻജോ. ഓക്കെ, ഇത് കെയിൻ സാറാ. കുട്ടികളെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെടണം. കെയിൻ സാറാണ് ഒരു മെയിൻ ഫോൺ ചെയ്യുന്നത്. യെസ്, എന്താണ് നിനക്ക് ഞങ്ങളുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? അങ്ങോട്ട് തുറപ്പച്ചതൊന്നും നമ്മൾ കാണണല്ലോ. പറയാ 2 വാക്ക് എന്റെ ഓഡിയൻസിന് വേണ്ടി പ്ലീസ്. 2 വാക്ക് എന്തെങ്കിലുമൊക്കെ പറയൂ പ്ലീസ്. തുറന്ന മിഠായി അല്ലെങ്കിൽ കളിപ്പാട്ടം കൊണ്ടുവന്നില്ലേ? എത്ര ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. എടാ, ഓഡിയൻസിനോട് സുഖാണോ, നിങ്ങൾ പെരുന്നാളിന് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കേ. ഇവനെന്റെ പാരമ്പര്യം പിന്തുടരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ ക്യാമറ പിടിച്ച് വലിക്കരുത്. ഇറ്റ്സ് എക്യുപ്മെന്റ്. അതാ എന്റെ ഇതല്ലേ, ക്യാമറ അല്ലേ. ഞാൻ മൈക്ക് കുത്തിണ്ട് കേൾക്കണ്ടെന്ന് വിചാരിക്കും. എന്താണ് ഇവിടുത്തെ ചർച്ചാ വിഷയം? എന്താണ് നിങ്ങൾ പ്രശ്നം? സ്ലൈഡ് കുത്തണോ? അവളെന്നെ കുത്തണേ? ശുണ്ട്രമണിയായി. സ്കൂളിലാ നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെയാണല്ലോ ഇട്ടേക്കണേ. പോയി സ്ലൈഡൊക്കെ പോയി. അപ്പൊ നമുക്കിനി
കീ കൊടുക്കൽ കർമ്മത്തിലേക്ക് കടക്കാം. നമുക്ക് ഇനി ബാക്കി അവിടെ ചെന്നിട്ടാവാം. കുഞ്ഞായിട്ട് ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പൊക്കല്ലേ, പൊക്കം പാടില്ല, പൊക്കം പാടില്ല. ആ ഇതാ ഈ വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകാൻ കേട്ടോന്ന്. ഓക്കെ, വണ്ടി മേടിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല തോന്നുന്നു. മുതലാളി ഭയങ്കര ബിസിയാണ്. ഇതാ CP വീസ. മുതലാളിയോട് ചോദിക്കട്ടെ, മുതലാളി ഭയങ്കര ബിസിയാണ്. ഒന്നും സംഭവിക്കാനില്ല. വണ്ടിയുടെ ആദ്യത്തെ ഡെലിവറിയാണ്. നമ്മുടെ ഷോറൂം തുടങ്ങിയിട്ട് ആദ്യത്തെ ഡെലിവറിയാണ്. 3 വണ്ടിയുടെ ഡെലിവറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതാണ്. ഞാൻ എന്താ പറയണ്ടേ, ടെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലറാണ് CP വീൽസ്. താങ്കളാണോ ഫസ്റ്റ് ഡെലിവറി എടുക്കുന്നത്? ഇതൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുക്കാണ് അവർക്ക്. നമുക്ക് മൊത്തം ഷോപ്പ് ഒന്ന് കണ്ടുവരാം. വലിയ ഷോപ്പല്ല, കുഞ്ഞിതാണ്, ബട്ട് സിമ്പിൾ ആൻഡ് പവർഫുൾ അല്ലേ കുക്കു? ഏത് ബൈക്ക് കൊണ്ടുപോകും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അധികം ആലോചിക്കണ്ട നീ കേട്ടോ. ഷോപ്പ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. നല്ല രസമുള്ള വണ്ടി കേട്ടോ. എനിക്കൊന്ന് വെസ്പേന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഡിസൈൻ ചെയ്തതാന്ന് തോന്നുന്നുണ്ട് ഇവര്. നല്ല കളർഫുൾ വണ്ടി. എന്താ കെയിൻ സാറ് ഇവിടെ ചെയ്യണേ? കെയിൻ സാർ എന്താ ഇവിടെ ചെയ്യണേ? എന്താ ചെയ്യണേ? പൂവാണ് അങ്ങോട്ടേക്ക് അല്ലേ? എടുത്തതാണ്, ഓട്ട വരണ്ട്. അത് മോഡൽ കോപ്പി അടിച്ചപ്പോഴേ അതേപോലെ കോപ്പി അടിക്കാൻ പറഞ്ഞു മുതലാളി. അതാണ്. പക്ഷേ കൊള്ളാം. ഇതിന്റെ ഫസ്റ്റ് മോഡലിന് 56 അല്ലേ? 56,000 ആണ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് ബൈക്സ് വേണമെന്നുണ്ടെങ്കിൽ CP വീൽസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വ്ളോഗിങ് മാത്രമേ ഉള്ളൂ, സ്പോൺസറിങ് ഇല്ല. കെയിൻ ചാരക്ക് ചൂട്ടർ വേണം. ചൂട്ടർ അവള് ഈ മാല എങ്ങനെ പൊട്ടിച്ചെടുക്കാം. ആദ്യത്തെ ഡെലിവറി കൊടുക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട്, അതായത് ഞാൻ കുറച്ച് ഡീസൻ്റ് ആയിരിക്കും. അവിടെ നിൽക്കുന്ന ചേട്ടനാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കീ കൊടുക്കൽ കർമ്മം നിർവഹിക്കുന്ന ഗ്രേസി ഇപ്പോൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 3 ഡെലിവറിക്ക് ശേഷം മുതലാളിയുമായിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മുതലാളി, എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? നല്ലൊരു തുടക്കമാണ്. അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് മുമ്പേ വരേണ്ടതായിരുന്നു. എനിവേ ഇതൊരു എന്നെ വിളിച്ചതൊരു കാര്യത്തിനാ. അവൻ ഇവിടുത്തെ HR മാനേജറാണ്. അവനാണ് റിക്രൂട്ട് ചെയ്തത്. HR മാനേജർ നടത്താൻ പറ്റില്ല. പ്രത്യേക അറിയിപ്പ് 2 വാക്ക് മതി. അതെ, വ്ളോഗിൽ ദൈർഘ്യം കൂട്ടരുത്. ഓക്കെ, അപ്പൊ താങ്കളുടെ ബിസിനസിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ല ഇങ്ങനൊരു അംഗീകാരം അല്ലെന്ന് പറയാ, പദവിയിലേക്ക് ആ പദവിയിലേക്ക് എത്തിയ നമ്മുടെ കുടുംബാംഗത്തിന് ഒരു വലിയ അപ്രിസിയേഷനോട് കൂടെ നമുക്ക് തുടങ്ങാം. വളരെ അഭിമാനം ഞങ്ങൾ തുടങ്ങുകയാണ്. താങ്കൾ എന്താണ് ഇവിടെ തുടങ്ങിയത്? എന്തിനാണ് തുടങ്ങിയത്? അതായത് ഇവിടെ നമ്മള് ഇലക്ട്രിക്കിന്റെ സ്കൂട്ടറിന്റെ ഒരു ഷോറൂമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തില് വളരെ നല്ലൊരു കാലാവസ്ഥ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ. അപ്പൊ അല്ല ഉള്ള നല്ല പോയിന്റ്സുകളാണ്, എല്ലാം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ഇത് ശ്രദ്ധിക്കാൻ. നമുക്ക് പണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ചൂടും, മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ അതിന്റെ കാരണം ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ സംഭവിക്കുന്നത് ഈ നമ്മുടെ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതൊന്നൊരു മാറ്റം. അതൊരു മാറ്റം. അപ്പൊ നമ്മുടെ എന്റെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചായത്ത്, കടങ്ങോട് പഞ്ചായത്ത് മാലിന്യ വിമുക്തമാക്കും. കടങ്ങോട് പഞ്ചായത്തിലെ എയർ കുറച്ച് നമ്മളാലാവുന്ന രീതിയിൽ ശുദ്ധ അതിനുള്ളൊരു ശ്രമം. അപ്പൊ എല്ലാ വീട്ടിലും ഒരു EV എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം.
എന്റെ ലക്ഷ്യം അതാണ്. എന്റെ വിഷയം അതാണ്. ഇലക്ഷന് നിൽക്കണ്ടോ താങ്കൾ? അല്ല നമ്മുടെ ചിഹ്നം ഇലക്ട്രിക് അല്ല ഇപ്പൊ സാധാരണ നമ്മളിപ്പോ അപ്പുറത്തെ പച്ചക്കറി മേടിക്കാനാണെങ്കിലും കാർ എടുത്ത് പോവാണ്. അത് നമുക്ക് കുറയ്ക്കാം. എല്ലാ വീട്ടിലും ഒരു EV ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ കടയിൽ പോകാനാണെങ്കിൽ ഇതിന് ലൈസൻസ് വേണ്ട, അങ്ങനെ വേണ്ട. ഇതിന് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷനും വേണ്ട, പെട്രോളും വേണ്ട. കാശ് വേണം. പക്ഷെ വണ്ടി വേണം, അതിന് പൈസ വേണം. പിന്നെ രജിസ്ട്രേഷൻ. അപ്പൊ ഇത് ആക്ച്വലി ചെറിയ പിള്ളേർക്ക് ഓടിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് 15 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പിന്നെ ഇതിന് സ്പീഡ് 25 km/h ആണ്. സ്പീഡ്. എത്ര കിലോമീറ്ററിൽ ചാർജ് ചെയ്യണം? ചാർജ് നമുക്ക് ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൈവേ ആണെങ്കിൽ ഒരു 80+ കിട്ടും. ഇപ്പൊ നമ്മുടെ നാട്ടുമ്പുറൊക്കെ ആകുമ്പോൾ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്കൊരു 60 പ്രതീക്ഷിക്കാം. About charging facilities. ഇവിടെ നമ്മള് വണ്ടികൾക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EVയുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് EVനെ വെറുക്കാനായിട്ടുള്ള ഒരു കാരണം സർവീസാണ്. കാരണം പല വലിയ ബ്രാൻഡുകളും വലിയ രീതിയിൽ മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഒരുപാട് വണ്ടി സെയിലാക്കും. പക്ഷെ അതാണ് സർവീസ് അവർ കൊടുക്കുന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ കണ്ടപ്പോ നമ്മളിവിടെ സർവീസ് സെന്ററോട് കൂടിയിട്ടാണ് ഈ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. അത് അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് മേടിക്കാം, വണ്ടി ചാർജ് ചെയ്യാം, വണ്ടി സർവീസും ചെയ്യാം. ഇനി ചെറുതുക കാര്യങ്ങളൊക്കെയാണ് ഒരു 10 കിലോ ചുറ്റളവിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും. അതിനുള്ള ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാ? പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 56 മുതലാണ്. ബേസ് മോഡല്. ഞങ്ങളൊരു ഇന്റർവ്യൂലാണ്. അപ്പൊ ഇന്നിവിടെ പെരുന്നാളാണ്. അപ്പൊ അതിന്റെ തിരക്കുള്ള ഒരാളാണ് ഞങ്ങൾ. പ്രൈസ് റേഞ്ച് ബേസ് മോഡൽ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാല് 56 മുതലാണ്. 56,000 മുതൽ ലാപ്ടോപ്പ് എടുക്കണത്. ലാപ്ടോപ്പിന് ആക്ച്വലി അതിന് കൂടുതൽ വേണം. അല്ല, ഒരു നല്ല സൈക്കിൾ വാങ്ങിക്കുന്ന കാശ് വരുന്നു. ആ പൈസക്ക് നമുക്ക് വണ്ടി. എത്ര മോഡൽസ് ഉണ്ട് ഇവിടെ? നമുക്ക് നിലവിൽ ഇപ്പൊ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് 3 മോഡൽസ് ആണ്. ഒന്ന് ടെസ്റ്റ് 500 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെസ്പ ടൈപ്പ്. അതാണോ ബേസ് മോഡൽ? അത് ഏറ്റവും ഹൈ അത് മിഡിലാണ്. അതാണ് ഒരു മോഡൽ ടെസ്റ്റ് 500 എന്ന് പറയും. പിന്നെ ടെസ്റ്റ് പ്രൈം, അതാണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ച്. പ്രൈം എന്ന് പറഞ്ഞാൽ യൂണിസെക്സ് ആയിട്ട് ഓടിക്കാം. നല്ല രസം. ലൈക്ക് ഒരു വെസ്പയുടെ മോഡൽ ഉണ്ട്, ക്യൂട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ പറയില്ല. ഇതിപ്പോ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിലാണ് നമുക്ക് ഡെലിവറി? നിലവില് ഇപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് 10 വണ്ടി സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ കളേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ഇനി ഇവിടെ അവൈലബിൾ അല്ലാത്ത കളേഴ്സ് കസ്റ്റമർക്ക് വേണമെങ്കിൽ ഒരു 2 ഡേയ്സിന്റെ ഒരു ഡേറ്റും പീരീഡ്. ഇനി ഒരു ചോദ്യം ഉണ്ടാവും, ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ? ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിട്ട് നമ്മുടെ ഒരു വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മാത്രമേ അത് ഞാനാണ് ഇപ്പൊ ഉപയോഗിക്കണേന്നൊക്കെ. അതാണല്ലോ ടെസ്റ്റ് ഡ്രൈവ്. ഞാൻ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. കസ്റ്റമർ ഉപയോഗിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഇല്ല, ഇപ്പൊ അത്യാവശ്യം ഫിറ്റാണ്. ഇത് നടുക്ക് പിടിച്ചാലേ എല്ലാവർക്കും. അതായത് നമ്മളെ കൂടി ആൾക്കാർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാനും കൂട്ടിയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അത് നല്ല കാര്യം. ഓക്കേ, ഇനിയിപ്പോ എന്താ ചോദിക്കാനുള്ളത്? ഇനിയിപ്പോ ഒന്നും ചോദിക്കാനില്ല. അപ്പൊ ഇനി നമ്മുടെ ലൊക്കേഷൻ പെർ ഡേ 100 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം എത്ര രൂപ സേവ് ചെയ്തു, ഒരു വർഷം എത്ര രൂപ സേവ് ചെയ്തു? എത്ര സേവ് ചെയ്തു പറയൂ, എത്ര സേവ് ചെയ്തു പറയൂ. അതൊരു കൂട്ടട്ടെ ചിന്തിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷനോടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുന്നംകുളം വടക്കാഞ്ചേരി സ്റ്റേറ്റ് ഹൈവേ SH50-ലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പ്രോപ്പർ സ്ഥലം വെള്ളറക്കാടാണ്. വെള്ളറക്കാടിനും കൊല്ലമ്പടി സെന്ററിനും ഇടയിൽ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യും. മാക്സിമം ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. അത് കാണിച്ചു കൊടുക്കാം. ഇതുണ്ടല്ലോ അല്ലേ, ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടോ സർ? ഓക്കെ, DK Tailsന്റെ ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇല്ല, അത് DK Tailsൽ വരുന്നവർക്ക് മാത്രം. അതാണ് ഞങ്ങളുടെ കൂപ്പൺ കോഡ് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് കൊടുത്തോളൂ. അതെ, അപ്പൊ നമുക്ക് വന്നോണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തൂല. അല്ല, എനിക്ക് പറയാനുള്ള ഇപ്പൊ ഇവിടേക്ക് വരാൻ പറ്റില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാൻ. കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും നമ്പർ പറഞ്ഞോളൂ. 9188721024. കാരണം ഞങ്ങളുടെ സിസ്റ്റങ്ങൾ ഇങ്ങനെ പറയുമ്പോ താഴെ എഴുതി കാണിക്കും. ആരെഴുതി കാണിക്കും? പൈസ കൊടുക്കണം.
ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ്. അപ്പം വരാം, നമ്മുടെ സ്വന്തം കടയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് പെരുന്നാളാണ്, പെരുന്നാള് ചോറാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കണോണ്ട് ഞാൻ ഇതൊരു ഒരു ഓഫർ പറയാൻ എല്ലാ വണ്ടിക്കും ഒരു ഹെൽമെറ്റ് ഫ്രീ. ഹെൽമെറ്റ് ആവശ്യമില്ല, ഫൈൻ കിട്ടില്ല നമുക്ക്. എങ്കിലും നമ്മുടെ തല, എനിക്ക് തോന്നുന്നു ചേട്ടൻ പണിയെടുക്കണ പൈസ മുഴുവനും ഇത് വണ്ടി വാങ്ങിച്ച നാട്ടുകാർക്ക് വെറുതെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട്. എല്ലാം ഫ്രീ, വൗച്ചർ ഫ്രീ, പൈസ ഫ്രീ. എന്താ ഇതിൽ വല്ല ലാഭം ഉണ്ടോ? നമ്മൾ ലാഭം ഞാൻ പറഞ്ഞില്ല, മാർജിൻ ഫ്രീ EV ഷോപ്പാണ് നമ്മുടെ CP Wheels. അപ്പൊ നമ്മള് കുറച്ച് വലിയ ബിസിനസ് ടൈക്കൂണാവൂലോ. ഒരു ഞാൻ പറയട്ടെ, ഞാനൊരു വണ്ടിയുടെ മുകളില് 20,000-30,000 മാർജിൻ എടുത്തു. അപ്പൊ എനിക്ക് ആ കസ്റ്റമർ അതിവിടെ പറയണ്ട, അത് നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രം. തന്ത്രല്ല, ഇന്റർവ്യൂറിനെ കൊണ്ട് ഞാൻ സംസാരിച്ച 13 മിനിറ്റ് ആയിരിക്കും. കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്യാൻ പോവാ. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിലും ഒരു മനസ്സ് വേണ്ടേ? ആ വലിയ മാർജിൻ ഒഴിവാക്കിയിട്ടാണ് ചെറിയ മാർജിൻ എടുക്കുന്നത്. അതെ, ഓക്കെ, അവിടെ ഉണ്ട്. അപ്പൊ അതിനത് അധികം ഇനി അഴുക്കാവാതിരിക്കുന്നതിന് മുന്നേ നമ്മള് അതാണ് നല്ലത്. ഇനിയിപ്പോ പെരുന്നാൾ വ്ളോഗ് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണിക്കാം. ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ CP Wheelsന്റെ ഒരു എന്താ പറയാ താക്കോൽദാന കർമ്മമാണ്. ഫസ്റ്റ് ഡെലിവറി ആണ്. ഇനി അഥവാ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ ഫോളോവേഴ്സ് ആരെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഞങ്ങളെ കാണാൻ വരണം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വരിക, പർച്ചേസ് ചെയ്യാ, ജസ്റ്റ് എൻജോയ് ദ വേൾഡ്. ബി സേഫ്. അതന്നെ. അപ്പം പെരുന്നാൾ വ്ളോഗായിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.